അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ളവരെ, സൂറ അൻ-നിസായിലെ 171 വചനം അതിൻ്റെ ഒരു ഭാഗത്ത് സൂചിപ്പിക്കുന്ന ഇപ്രകാരമാണ്: യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനിക്കും വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്. വേദക്കാരായവരെ, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ അതിർലംഘനം നടത്തരുത്. അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ സത്യമല്ലാത്തത്, വാസ്തവമല്ലാത്തതെന്നും പറയുകയും അരുത്. പലപ്പോഴും മാനവതയെ സത്യമതത്തിൽ നിന്നും വ്യതിചലിപ്പിച്ചതും മാർഗഭ്രംശത്തിൽ എത്തിക്കപ്പെട്ടതും സജ്ജനങ്ങളോടുള്ള അതിരറ്റ ആദരവുകളാകാം. പക്ഷെ അത് അതിർലംഘനം പാടുള്ളതല്ല. അത് വിമർശനാത്മകമായ രീതിയാണെങ്കിലും പാടില്ല, ആദരവിൻ്റെയും അംഗീകാരത്തിൻ്റെയും ആണെങ്കിലും പാടുള്ളതല്ല. ജൂതന്മാരായ ആളുകൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് വിമർശിച്ചിരുന്നത് ശക്തമായ അതിർലംഘനത്തിലൂടെയാണ്. അദ്ദേഹം ആഭിചാരപുത്രൻ അല്ലെങ്കിൽ വ്യഭിചാര സന്തതി എന്നൊക്കെയാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ വിലയിരുത്തിയത്. എന്നാൽ ക്രിസ്ത്യൻ സമൂഹമാകട്ടെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന് വിലയിരുത്തുകയാണ് ചെയ്യുകയുണ്ടായത്. ഇത് രണ്ടും, ഒന്ന് വിമർശനത്തിൻ്റെയും മറ്റൊന്ന് ആദരവിൻ്റെയും അതിർലംഘനങ്ങൾ തന്നെയാണ്. എത്ര മഹത്തുക്കളായിരുന്നാലും അവർക്കൊക്കെ സമർപ്പിക്കേണ്ടുന്ന ആദരവിനും അംഗീകാരത്തിനും സ്നേഹസമർപ്പണത്തിനും പരിധികളുണ്ട്. ആ അപ്പുറത്തുള്ള സമീപനം സ്വീകരിക്കുമ്പോൾ അത് നമ്മളെ സത്യമതത്തിൽ നിന്ന് തെറ്റിച്ച് കളയുകയും സത്യനിഷേധത്തിലേക്ക് നമ്മൾ നയിക്കുകയും ചെയ്യുന്ന സാഹചര്യം സംജാതമായി പോകും. ആയതിനാൽ വളരെ ശ്രദ്ധാപൂർവം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയകമായി നമുക്ക് നൽകിയിട്ടുള്ള ദർശനം ഏതാണോ ആ ദർശനത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ആദരവും അംഗീകാരവുമാണ് ഏതൊരു സജ്ജനങ്ങൾക്കും നമുക്ക് നൽകാൻ പാടുള്ളൂ. ആ രൂപത്തിൽ കൃത്യതയോടെ, സൂക്ഷ്മതയോടെ, അള്ളാഹുവിൻ്റെ മതത്തിൽ നിന്ന് തെറ്റിപ്പോകാത്ത വിധത്തിൽ ശ്രദ്ധാപൂർവം ജീവിതം മുന്നോട്ട് നയിക്കുന്ന സൗഭാഗ്യശാലികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.